നമസ്കാരം. ഈ ഭൂമി സ്വർഗതുല്യമായി നിലനിൽക്കുന്നത് ദേവിയുടെ അനുഗ്രഹത്താൽ തന്നെയാകുന്നു. പ്രകൃതിയും പുരുഷനുമാണ് സനാതന ധർമ്മത്തിലെ പ്രധാന തത്വം. ഇതിൽ പ്രകൃതി ദേവി തന്നെയാകുന്നു. നാം മനുഷ്യർക്ക് സുഖമായി ജീവിക്കുവാൻ എല്ലാം ദേവി നൽകുന്നതുമാണ്. അതിനാൽ നാം സ്നേഹപൂർവം ദേവിയെ അമ്മ എന്ന് പറയുന്നു. ദേവി അമ്മ തന്നെയാണ്. അമ്മ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ദേവി നമ്മെ സംരക്ഷിക്കുകയും നമ്മെ ഉയർത്തുകയും ചെയ്യുന്നു. ദേവിയുടെ അനുഗ്രഹം ആത്മീയമായ വളർച്ചയോടൊപ്പം ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ സഹായകരവുമാണ്. നവരാത്രി ദിവസങ്ങളിൽ ദേവി ചൈതന്യം നാം എല്ലാ ഇടങ്ങളിലും വിളങ്ങി നിൽക്കുന്നത് അനുഭവിച്ച് അറിയുന്നവർ തന്നെയാകുന്നു. ഭൂമി ഏറ്റവും സുന്ദരമാകുന്ന ദിവസങ്ങൾ തന്നെയാണ് ഈ ദിനങ്ങൾ. ദേവി ആരാധനയ്ക്ക് ഉത്തമമായ ദിനം. ഈ ദിവസങ്ങളിൽ വീടുകളിൽ ചില പുഷ്പങ്ങൾ വിരിയുന്നത് അതീവ ശുഭകരമാണ്. ഈ പുഷ്പങ്ങൾ വിരിയുന്നു എങ്കിൽ ഇവ വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ്. ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അമ്മേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. തെച്ചി ദേവിയുടെ അനുഗ്രഹമുള്ള പുഷ്പങ്ങളിൽ ഒന്നാണ് തെച്ചിപ്പൂ. പലരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതായ ഒരു പുഷ്പം. ഈ പുഷ്പം ധാരാളമായി വിടരുകയാണ് എങ്കിൽ അത് ചില സൂചനകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. കർമ്മരംഗത്ത് വന്നു ചേരാവുന്ന ഉയർച്ചയെ നിങ്ങൾക്ക് കണക്കാക്കാം. അഥവാ പുതിയ തൊഴിൽ ലഭിക്കാൻ പോകുന്നു എന്നർത്ഥമാക്കാം. തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാനും കാര്യവിജയങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തെച്ചി അഥവാ ചുവന്ന തെച്ചി വീടുകളിൽ വിടരുന്നു എങ്കിൽ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ തീർച്ചയായും ശുദ്ധിയോടെ തന്നെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഇനി നല്ലത് മാത്രമേ വന്നു ചേരൂ. അല്ലെങ്കിൽ കൂടുതലായും ശുഭകാര്യങ്ങൾ അത്തരത്തിലുള്ള അവസരങ്ങൾ ദേവി കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊന്ന് മുല്ലയാണ്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ പുഷ്പങ്ങളിൽ ഒന്ന് എന്ന പ്രത്യേകത മുല്ലയ്ക്കുണ്ട്. വീടുകളിൽ അതിനാൽ ഇവ വിരിയുന്നു എങ്കിൽ ദേവിക്ക് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. വീട്ടിലെ സ്ത്രീകൾ മുല്ലപ്പൂ തലയിൽ ചൂടുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ആ വീടുകളിൽ കലഹങ്ങൾ, തർക്കങ്ങൾ, ഐക്യമില്ലായ്മയുണ്ട് എങ്കിൽ ഇതെല്ലാം പരിഹരിക്കുവാൻ സാധിക്കും എന്നും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. ഐശ്വര്യം വർദ്ധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ വീടുകളിൽ വിടരുന്നു എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കൂടാതെ ശുദ്ധിയോടെ ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് ക്ഷേത്രത്തിൽ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും വിശേഷമായ ഫലം നൽകും എന്ന കാര്യവും ഓർക്കുക. മറ്റൊന്ന് ചെമ്പരത്തിയാണ്. ചുവന്ന ചെമ്പരത്തി നിങ്ങളുടെ വീടുകളിൽ വിടരുന്നു എങ്കിൽ, വിരിയുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. ധാരാളമായി വിരിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ശത്രുദോഷം അഥവാ നിങ്ങൾക്ക് ശത്രുനാശം സംഭവിക്കാൻ പോകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ച, ശത്രുക്കൾ തടസ്സമായി നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായ ചില വിജയങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന, അതിശയിപ്പിക്കുന്നതായ ചില നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ദേവീക്ഷേത്രത്തിൽ ഒരു പുഷ്പമെങ്കിലും നിങ്ങൾ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഒരു ചെമ്പരത്തിയെങ്കിലും സമർപ്പിക്കുവാൻ സാധിക്കുന്നത് വിശേഷമായി തന്നെ പരാമർശിക്കാം. നാൾക്ക് നാൾ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. എന്നാൽ സമർപ്പിക്കുമ്പോൾ ശുദ്ധിയോടെ തന്നെ സമർപ്പിക്കുവാൻ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിന്റെ പ്രാധാന്യം പലപ്പോഴായി ഞാൻ പരാമർശിച്ചിട്ടുള്ള കാര്യം തന്നെയാകുന്നു. ഏവർക്കും അറിയാം എന്ന് തന്നെ പരാമർശിക്കാം. നീല അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ, അവ ധാരാളമായി വിടരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ചില സൂചനകളാകുന്നു.
അഥവാ ശുഭകരമാണ്, അഥവാ ചില സൂചനകൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതിൽ ആദ്യത്തേത് ഭാഗ്യം നിങ്ങൾക്ക് വർദ്ധിക്കാൻ പോകുന്നു. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ഉയർച്ച കൈവരിക്കുവാൻ, ജീവിതത്തിൽ ഉയർച്ച സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നു എന്നും നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം. അപ്രതീക്ഷിതമായി ധനയോഗം, ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഇവ വിളക്കിനു മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ നവരാത്രി ദിവസങ്ങളിൽ ഏറ്റവും വിശേഷമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു. പെട്ടെന്ന് ഫലങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക. അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ പുഷ്പങ്ങൾ കൂടി സമർപ്പിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റോസ് ധാരാളമായി, അഥവാ റോസാപുഷ്പം ധാരാളമായി വീടുകളിൽ വിരിയുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ദേവിക്ക് വിശേഷപ്പെട്ടതായ ഈ പുഷ്പങ്ങൾ വീടുകളിൽ വിരിയുന്നത് പോലും ശുഭകരമാകുന്നു, പോസിറ്റീവ് ഊർജത്തിന്റെ സൂചന തന്നെയാണ്. എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഓം ശ്രീ മഹാലക്ഷ്മി ദേവിയെ നമഃ എന്ന് 3 തവണ ഉരുവിട്ടുകൊണ്ട് ഈ പുഷ്പം ദേവിക്ക് സമർപ്പിക്കുന്നത് വിശേഷം തന്നെയാകുന്നു. ഈ സമയം നെയ്വിളക്ക് തെളിയിച്ച് സമർപ്പിക്കുന്നതും ഭദ്രദീപം തെളിയിച്ച് സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. മന്ത്രം ഒരിക്കൽ കൂടി പരാമർശിക്കാം. ഓം ശ്രീ മഹാലക്ഷ്മി ദേവിയെ നമഃ എന്നാണ് 3 തവണ ഉരുവിട്ടുകൊണ്ട് തന്നെ സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു പുഷ്പമായി പരാമർശിക്കുന്നത് മന്ദാരമാണ്. മന്ദാരം പല വീടുകളിലും നിൽക്കുന്നതായ ഒന്ന് തന്നെയാണ്. വളരെ ഉത്തമമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കുന്നതായ സസ്യം എന്ന പ്രത്യേകത മന്ദാരത്തിനുണ്ട്. ഭാഗ്യമാണ് വർദ്ധിക്കുക. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. നേട്ടങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരാം. മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള പോംവഴികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക. മന്ദാരം അതിനാൽ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതിന്റെ സൂചന തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ചുവന്ന പൂക്കൾ, വീടുകളിൽ ചുവന്ന നിറത്തിലുള്ള പൂക്കൾ വിരിയുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. പ്രത്യേകിച്ചും ആ വീടുകളിൽ ദേവിയുടെ അനുഗ്രഹം, കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു. ആ വീടുകളിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ശുഭകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും ഭാഗ്യം, ഉയർച്ച, നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ധനയോഗങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചന തന്നെയാകുന്നു. ജീവിതത്തിൽ വന്നു ചേരുന്നതായ പല അപകടകരമായ കാര്യങ്ങളെയും മുൻകൂട്ടി കണ്ട് അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. തുളസി, ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സസ്യമാണ് തുളസി. തുളസിയാണ് നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പൂക്കുന്നത് എങ്കിൽ അത് സൗഭാഗ്യത്തിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം. പ്രധാനമായും സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. പ്രതീക്ഷിക്കാതെ തന്നെ മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അഥവാ ചെയ്യുന്നതായ പല കാര്യങ്ങളിലും വിജയങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ, ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സിലുണ്ടായിരുന്നതായ ചില മനക്ലേശങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. വരുന്നതായ അപകടങ്ങളെ മുൻകൂട്ടി കാണുവാൻ പോലും സാധിച്ചു എന്ന് വരാം. അതിനാൽ തുളസി ധാരാളമായി പൂക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് കറ്റാർവാഴയാണ്. പലരും വീടുകളിൽ വളർത്തുന്നതായ സസ്യം. ദേവി അനുഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും ഈ സസ്യം നിങ്ങളുടെ വീടുകളിൽ പിടിച്ചു വരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ഇവ നിങ്ങളുടെ വീടുകളിലുണ്ട്, പ്രത്യേകിച്ചും പൂക്കുകയാണ് എങ്കിൽ അത് ആഗ്രഹ സാഫല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ രോഗദുരിതങ്ങളുണ്ട് എങ്കിൽ അത്തരം രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും തുടങ്ങിയ കാര്യങ്ങളാണ് സംഭവിക്കുക. അതിനാൽ കറ്റാർവാഴ പൂക്കുന്നതും ഈ സമയങ്ങളിൽ പൂക്കുന്നത് അതിവിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പ്രധാനമായും ഇത്തരം പൂക്കൾ നിങ്ങളുടെ വീടുകളിൽ നവരാത്രി കാലത്ത് വിടരുന്നു എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹത്താലാണ്.
നിങ്ങൾക്ക് ഉയർച്ച ദേവിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതിന് മുന്നോടിയാണ് എന്ന കാര്യം ഓർക്കുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിത്യവും ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക.